പ്രസാദ്, എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാൻ സാധിക്കുന്നത് വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു ഒരു അപകടം സംഭവിച്ചപ്പോൾ എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ ഒരു സമയമായതുകൊണ്ടാണ്. അധികം യാത്രക്കാർ ഈ ഒരു സമയത്ത് ആ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിനുകൾ വരുന്നില്ല, യാത്രക്കാർ അധികം കാത്തു നിൽക്കാനില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഒരു കെട്ടിടം അപ്പാടെ ഇത്തരത്തിൽ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം വലിയ അപകടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാം. ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവറിന്റെ മധ്യഭാഗത്തെ കെട്ടിട ആ ഭാഗമാണ്, ടവറിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അതിന് ആ സമയത്ത് അവിടെ യാത്രക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒന്നും തന്നെ ഇല്ല എന്നത് RPF ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ തെരച്ചിലുകൾ നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ആളുകൾ അവിടെ നിൽക്കുകയോ, അപ്പൊ നേരത്തെ സരീഷ് സൂചിപ്പിച്ചതുപോലെ അവിടെ ട്രെയിൻ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. സാധാരണഗതിയിൽ മംഗലാപുരത്ത് നിന്നും ഈ ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകൾ കൂടുതലും ഒന്നാം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരാറുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രമാണ് രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് വരിക ഉള്ളത്. പക്ഷെ അത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇപ്പോൾ. മറ്റൊന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമും മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലുമാണ് പിന്നീട് വരാനുള്ള സാധ്യത. അവിടെ മിക്കവാറും ഒന്നുകിൽ ചരക്ക് വണ്ടികളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് യാത്രക്കാർ പൊതുവെ കുറവായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, മറ്റ് കച്ചവടം നടത്തുന്ന ആളുകൾ, അങ്ങനെ ആരെങ്കിലും ഒക്കെ അവിടെ നിന്നിരുന്ന് വിശ്രമിച്ചിരുന്നോ അല്ലെങ്കിൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കേണ്ടത്. എന്തായാലും ഈ ഒരു വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. RPF ഉദ്യോഗസ്ഥർ അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. വലിയ ശക്തമായ മഴയാണ് അവിടെ നടക്കുന്നത്. മാത്രമല്ല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അവിടെ അത് നവീകരിക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ കെട്ടിടമെല്ലാം തന്നെ പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ്, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കെട്ടിടം ഇടിഞ്ഞു വീഴാനുള്ള കാലപ്പഴക്കമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അപകടത്തിൽ ഈ കെട്ടിടം തകർന്നു വീണതിൽ ആരും കുടുങ്ങി കിടക്കുന്നില്ല, മറ്റുള്ള ആളുകൾക്കാർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. പ്രസാദ്, തന്നെയാണ് ഈ ഒരു കെട്ടിടം കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് പലപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ഉള്ളത്. അവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കെട്ടിടം ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴാറായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകട നിലയിലാണ് എന്നുള്ള എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണോ ഈ കെട്ടിടം ഇത്രമാത്രം അപകട ഭീഷണി ഉയർത്തിയായിരുന്നു നിന്നത് എന്ന് മനസ്സിലാക്കുന്നത്? ഇതെല്ലാം സ്വാതി അത്രത്തോളം പഴക്കമുള്ള കെട്ടിടം തന്നെയാണ്. സ്വാഭാവികമായും കാലപ്പഴക്കം വരുന്ന ഒരു കെട്ടിടം എന്ന നിലയ്ക്ക് തന്നെ അതിന്റെ സുരക്ഷാ പരിശോധനകളൊക്കെ കൃത്യമായി നടന്നിരുന്നു എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുതന്നെ ഒരുപാട് കാലങ്ങളായി ആ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധ സമരങ്ങളും മറ്റുമൊക്കെ മുമ്പ് നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കെട്ടിടം പോലും അവിടുത്തെ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖച്ഛായയാണ്. ആ ക്ലോക്ക് ടവറിന്റെ മധ്യഭാഗമാണ് ഇടിഞ്ഞ് വീണിട്ടുള്ളത്. ആ കെട്ടിടവും ഒരുപാട് കാലപ്പഴക്കമുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ സുരക്ഷാ പരിശോധനകളും മറ്റും കൃത്യമായി നടന്നിട്ട് എന്നുള്ളതൊക്കെ തുടർന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഈ കെട്ടിടത്തിലെ ഇപ്പോൾ കൂടുതൽ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ആരെങ്കിലും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് RPF അവിടെ പറയുന്നുണ്ട്. അതിന് ആശ്വാസമായ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ ട്രെയിൻ കൂടുതലും വന്നു നിൽക്കുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും അതോടൊപ്പം തന്നെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലുമാണ്. മംഗലാപുരത്ത് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നാലാമത്തെ പ്ലാറ്റ്ഫോമിലും, അഥവാ മറ്റേതെങ്കിലും ട്രെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരാറുള്ളൂ. മറ്റൊന്ന് മംഗലാപുരം ഭാഗത്ത് നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ യാത്രക്കാർ പൂർണ്ണമായും ഇവിടെയാണ് നിൽക്കുക. പിന്നെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാവിലത്തെ തിരക്കുകൾ, ജോലിക്കും മറ്റും പോകുന്ന ആളുകളുടെ രാവിലത്തെ തിരക്കുകൾ ഒരു 10 മണിക്ക് മുമ്പൊക്കെ ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ട്രെയിൻ കാത്തു നിൽക്കുന്ന ആളുകൾ, അഥവാ ലേറ്റായി വരുന്ന ട്രെയിനുകൾ, അപ്പോൾ അല്പം മാറി നിന്ന് വിശ്രമിക്കാമെന്ന് കരുതുന്ന ആളുകളൊക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെ പ്ലാറ്റ്ഫോമുകളിലെ കസേരകളിലൊക്കെ പോയി ഇരിക്കാറുണ്ട്. പക്ഷെ ഇത് ഈ സമയമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ ചെയ്യാം. എന്തായാലും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ആളുകളൊന്നും തന്നെ അതിനകത്ത് കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായി പറയേണ്ടത്. അപകടത്തിന്റെ കാരണങ്ങൾ നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ അതിന്റെ കാലപ്പഴക്കത്തിനനുസരിച്ച് അത് മാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പിന്നീട് പരിശോധിക്കും.